റേഡിയോ നെയ്തലിൻ്റെ ശ്രോതാക്കളെ നമസ്കാരം. നമ്മളൊരു പ്രത്യേക പ്രോഗ്രാം ചെയ്തു വരികയാണ്. വേണം തീരദേശത്തിന് സാമ്പത്തിക സാക്ഷരത. അതാണ് നമ്മുടെ നെയ്തൽ ചെയ്തു വരുന്ന പ്രത്യേക പരിപാടി. അതിപ്പോൾ വളരെ വിജയകരമായി ആ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധന്മാരായ ഉദ്യോഗസ്ഥന്മാരും മത്സ്യത്തൊഴിലാളി നേതാക്കന്മാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് സ്റ്റുഡിയോയിൽ ഡിസ്കഷനുകൾ ഒക്കെ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആഘാത പ്രത്യാഘാതങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വലിയ രീതിയിലുള്ള താല്പര്യം തീരദേശത്തെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നും മറ്റും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇന്ന് സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫിഷറീസ് ഓഫീസറായ ശ്രീ PS സൈറസ് സാറാണ്. അദ്ദേഹത്തിന് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമസ്കാരം. സൈറസ് സാറ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വളരെയേറെ പ്രോജക്റ്റുകൾ ചെയ്തു വരുന്ന ഒരാളാണ്. നമ്മളിവിടെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക സാക്ഷരതയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി ചെയ്ത ഒരു പരിപാടി ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ചീഫ് മാനേജരായി റിട്ടയർ ചെയ്ത ശ്രീ R ജയകുമാറുമായി ബന്ധപ്പെട്ട് മത്സ്യമേഖലയ്ക്ക് ബാങ്കുകൾ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് മത്സ്യത്തൊഴിലാളിയും ഒക്കെ ആയിരുന്ന ശ്രീ ജെയിംസ് ചിങ്കുതറയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞാണ് നമ്മളിപ്പോൾ മത്സ്യ ഫെഡിൻ്റെ ഫിഷർമാൻ വെൽഫെയർ ബോർഡിൻ്റെ ഒക്കെ ഉത്തരവാദപ്പെട്ടവരിവിടെ വന്ന് ഈ ചർച്ചയിൽ പങ്കാളിയായിട്ടുണ്ട്. ഇപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പദ്ധതികളെക്കുറിച്ച് വിശദീകരണം ശ്രോതാക്കൾക്ക് കൊടുക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് എനിക്ക് സൈറസ് സാറിനോട് ചോദിക്കാനുള്ളത്, ഈ കേരള മറൈൻ ഫിഷറീസ് റെഗുലേഷൻ ആക്ട് എങ്ങനെയാണ് ആ ആക്ട് രൂപീകരിക്കാൻ 2018 കേരള സർക്കാർ തീരുമാനിച്ചത്? അത് മത്സ്യത്തൊഴിലാളി മേഖലയെ നേരിടുന്ന വെല്ലുവിളികൾ നേരിടുന്നതിന് കൃത്യമായും അവർക്ക് സുരക്ഷ നൽകുന്നതിന് ഒരു നിയമം വേണ്ടി വരുന്നത് കൊണ്ടാണ് അങ്ങനെ നിയമം കേരള നിയമസഭ പാസ്സാക്കിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് ഒരു പ്രാഥമികമായ വിവരം ശ്രോതാക്കൾക്ക് നൽകാമോ? സാർ, നമുക്ക് ഇന്ത്യയിലെ എല്ലാ മത്സ്യത്തൊഴിലാളി മേഖലകളും, ഇന്ത്യയിലെ തീരദേശമുള്ള എല്ലാ സ്റ്റേറ്റുകളിലും മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ഏകീകൃതമായ മത്സ്യബന്ധന നിയമം ഇന്ത്യയിൽ ഇല്ലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ 590ഓളമുള്ള തീരദേശ മേഖലയിൽ നിരവധിയായ മത്സ്യത്തൊഴിലാളികൾ ഫിഷിംഗ് മാത്രമായിട്ട് ഉപജീവനം കഴിഞ്ഞു പോയിരുന്നു. ഇവർക്ക് കൃത്യമായ ഒരു നിയമങ്ങളില്ലായിരുന്നു. പലപ്പോഴും കടലിൽ സംഘർഷം ഉണ്ടാകുന്നുണ്ടായിരുന്നു. ട്രോളിംഗ് ബോട്ടുകളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുമായി സംഘർഷം നിലനിന്നിരുന്നു. ഈ സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ തീരമേഖലയിൽ വന്ന് തീർച്ചയായും മറ്റ് സംസ്ഥാനങ്ങൾ, മുംബൈ, ചെന്നൈ അല്ലെങ്കിൽ കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലെ ബോട്ടുകൾ നമ്മളുടെ തീരപ്രദേശത്ത് തന്നെ വന്നുകൊണ്ട് മത്സ്യബന്ധനം നടത്തുകയും മത്സ്യത്തൊഴിലാളികളുടെ സംഘർഷം ഉണ്ടാകുകയും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വല നശിക്കുകയും ചെയ്യുന്നിരുന്ന ഒരു വലിയ സംഘർഷം നിലനിന്നിരുന്നു. ബോട്ടുകൾ കത്തിക്കുക, ബോട്ടുകൾ കൂട്ടമായി വന്ന് മത്സ്യത്തൊഴിലാളികളെ ആക്രമിക്കുക. ഇത് കേരളത്തിൻ്റെ തീരങ്ങളിൽ 1980 മുമ്പ് വരെ വലിയ രൂപത്തിലുണ്ടായിരുന്നു. എന്നാൽ 1980 ആദ്യമായി KMFR ആക്ട്, കേരള മറൈൻ ഫിഷറീസ് റെഗുലേഷൻ ആക്ട് ആദ്യമായിട്ട് വരുന്നത്. ആ ആക്ട് വന്നതിന് ശേഷം കൃത്യമായി 12 നോട്ടിക്കൽ മൈലിനപ്പുറത്ത് മാത്രമേ ഫിഷിംഗ് ബോട്ടുകൾക്ക് ട്രോളിംഗ് നടത്താവുള്ളൂ എന്നുള്ള കൃത്യമായ നിയമം കേരളത്തിൽ, അത് ഇന്ത്യയിൽ ആദ്യമായി വരുന്നത് കേരളത്തിലാണ്. കേരള ഗവൺമെൻറ്റാണ് അന്ന് ഈ നിയമങ്ങൾ പാസ്സാക്കുന്നത്. കേരളത്തിലെ തീരദേശ മേഖലയിൽ അതിശക്തമായ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ നിയമം നിലവിൽ വരുന്നത്. അത് കാണാതെ പോകാൻ കഴിയില്ല. കോസ്റ്റൽ പോലീസാണ് അത് കൃത്യമായി സംരക്ഷിക്കുന്നത്, അല്ലേ? കോസ്റ്റൽ പോലീസ് സംവിധാനങ്ങൾ വന്നിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആകുന്നുള്ളത്. അതിനു മുമ്പ് അവിടുത്തെ തീരദേശത്ത് കേന്ദ്രീകരിച്ചിരുന്ന പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും അവിടുത്തെ തീരദേശത്തെ ഫിഷറീസ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചുമാണ് ഈ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മത്സ്യത്തൊഴിലാളി പോളിസിയുള്ള ഏതാനും സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് മത്സ്യത്തൊഴിലാളി നയം ഇംപ്ലിമെൻറ്റ് ചെയ്തു വരുന്നത്. ആ നയവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആകർഷകമായ ഭാഗങ്ങൾ ഒന്ന് വിശദീകരിച്ചാൽ. സാർ, കൃത്യമായി നമ്മളുടെ കേരളത്തിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്ത നയങ്ങളാണ് പിന്നീട് ഇന്ത്യ ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങളിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറി. അത്രയ്ക്ക് നല്ല രൂപത്തിലുള്ള ഒരു നയമാണ് നമ്മൾ രൂപീകരിച്ചത്. കാരണം
സമഗ്രമായ ഈ ട്രോളിംഗ് നിരോധനം മൂലമുണ്ടാകുന്ന ആ സമയത്ത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതും അതോടൊപ്പം തന്നെ തീരദേശ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായി സംരക്ഷിക്കുകയും ആ മേഖലയിൽ നിന്ന് അവരെ പൂർണ്ണമായി ആ മേഖലയെ ആശ്രയിച്ച് ജീവിക്കാതെ മറ്റൊരു മേഖലയിലേക്ക് അവരുടെ പിൻതലമുറയെ പറിച്ചു നടുന്ന രൂപത്തിലുള്ള നയമാണ് കൃത്യമായി നമ്മുടെ കേരള ഗവൺമെൻറ് അതാത് സമയങ്ങളിൽ നിന്ന് കേരള ഗവൺമെൻറ്റുകൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന നടപ്പിലാക്കിയത്. ആ നയം രൂപീകരിച്ചതിൽ കേരളത്തിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തീരമൈത്രി എന്ന് പറയുന്ന പ്രോജക്റ്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ പ്രോജക്റ്റ് ഈ നയവുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് വെക്കുന്നതാണല്ലോ, അതെന്താണ്? തീർച്ചയായും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ തീരമൈത്രി എന്ന പ്രൊജക്റ്റ് വെക്കുന്നത് ആ നയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അത് നമ്മുടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ, ആ കുടുംബത്തിന് തീരദേശ മേഖലയിൽ ഫിഷിങ്ങിൽ നിന്നുള്ള വരുമാനത്തിനപ്പുറത്തേക്ക് ഒരു വരുമാനം ആ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നത് അവരുടെ സാമ്പത്തിക അഭിവൃദ്ധി പുരോഗതിയിലേക്ക് വരുത്തുക, മറ്റ് മേഖലകളിലുള്ളവരോടൊപ്പം അല്ലെങ്കിൽ അവർക്ക് മുകളിലേക്ക് ഈ മേഖലയിലെ കുടുംബങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതികൾ വന്നത്. വിവിധ പദ്ധതികളാണ് അതിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഇപ്പോൾ 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അത് 80,000 രൂപ സബ്സിഡി നൽകുന്നതാണ് ഈ പദ്ധതി. അയാൾക്ക് 20,000 അടച്ചാൽ മതിയാവും. അത് ആ 20,000 അവിടുത്തെ ഏതെങ്കിലും ബാങ്കുകൾ ചിലപ്പോൾ പലിശരഹിതമാക്കി കൊടുത്തിട്ടുണ്ട്. അത് വീണ്ടും സബ്സിഡിയായി കൊടുക്കുന്ന രൂപത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇട്ടിട്ടുണ്ട്. തീരമൈത്രി പദ്ധതിയിലെ ഈ പറയുന്ന അട്രാക്റ്റീവായ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന ബാങ്ക് വഴിയാണ്. ഏതൊക്കെ ബാങ്കുകൾ നമ്മളോട് സഹകരിക്കുന്നുണ്ട്? ദേശസാൽകൃതമായ എല്ലാ ബാങ്കുകളും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ആ ബാങ്കുകൾക്കെല്ലാം കൃത്യമായിട്ട് ഗവൺമെൻറ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പദ്ധതികൾക്ക് പ്രയോറിറ്റി നൽകി അവർക്ക് അതിൻ്റെ സംവിധാനങ്ങൾക്ക് വേണ്ട സഹായം ബാങ്കുകളെല്ലാം നൽകണമെന്ന് ഗവൺമെൻറ് നിർദ്ദേശമുള്ളതുകൊണ്ട് കേരളത്തിലെ എല്ലാ പൊതുമേഖലാ ബാങ്കുകളും ഇതിനോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. അത് ഈ പദ്ധതിയുടെ ഈ ഭാഗം തന്നെയാണ് മൈക്രോ ഫിനാൻസിങ് ക്രെഡിറ്റ് സ്കീം എന്ന് പറഞ്ഞൊരു പദ്ധതിയില്ലേ? തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഈ പദ്ധതിയും. അത് ഇതേപോലെ തന്നെയാണ് ഇംപ്ലിമെൻറ്റ്. നമ്മൾ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വനിതകളെയാണ് കൂടുതലായിട്ട് ലക്ഷ്യം വെക്കുന്ന വനിതകളെയും വനിതാ ഗ്രൂപ്പുകളെയും അനുബന്ധ തൊഴിലാളികൾക്ക് ഇതിൽ വരും. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വനിതകൾ അവർ അനുബന്ധ തൊഴിലാളികളാകാം, അല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും കയർ ഫാക്ടറി മേഖലയിലോ മറ്റേതെങ്കിലും മേഖലയിൽ തൊഴിലെടുക്കുന്നവരാണെങ്കിൽ പോലും ഈ പദ്ധതിയുടെ ഭാഗമാകാം. അതെന്താണ് ഈ മൈക്രോ ഫിനാൻസിങ് എങ്ങനെയാണ് അത്? അതിന്റെ തീർച്ചയായിട്ടും നമ്മളത് അത് പലിശ രഹിതമെന്ന രൂപത്തിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലിശ വളരെ ചെറിയ പലിശയും 4% താഴെയുള്ള പലിശയും അല്ലെങ്കിൽ പലിശ രഹിതമായിട്ടാണ് ഈ ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പ് ഫൈനാൻസിങ് ആണോ? ഗ്രൂപ്പും ഉണ്ട്, സംവിധാനം പോലെയാണോ? അല്ല, ഗ്രൂപ്പും ഉണ്ട്, അതേപോലെ തന്നെ വ്യക്തിഗതമുണ്ട്. ഒരു വ്യക്തിക്കാണെങ്കിൽ 1 ലക്ഷം രൂപ വരെ പരമാവധി കൊടുക്കുന്ന രൂപത്തിലാണെങ്കിൽ, ഗ്രൂപ്പിലാണെങ്കിൽ അത് 5 ലക്ഷം വരെ കൊടുക്കാം. അതിനപ്പുറത്തേക്കുള്ള ഗ്രൂപ്പുകൾ വന്നാൽ അത് അവരുടെ പ്രോഡക്റ്റ് ആ മേഖലയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റഡി അവരുമായിട്ട് നമ്മുടെ ഓഫീസേഴ്സ് പോയി ഡിസ്കഷൻ നടത്തി ആ മേഖലയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റുകൾ എന്താണ്, അവിടെ എന്ത് പ്രോഡക്റ്റ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റിൻ്റെ സെയിൽ നടത്താം, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ എക്സ്പീരിയൻസുകൾ, അവരിതിൽ എത്രത്തോളം ഇൻവോൾവ് ആകും എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വലിയ രൂപത്തിലുള്ള സ്റ്റഡി നടത്തിയതിന് ശേഷമാണ് പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മളുടെ സഹായത്തോടു കൂടി അവരുടെയും കൂടെ ഇതെടുത്തിട്ടാണ് നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതിന് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി അതിൽ സ്പെഷ്യലൈസ് ചെയ്തവരെ നമ്മളവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ സഹായവും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വയ്ക്കുന്നു. 5 ലക്ഷമായാലും വ്യക്തിഗതമായ 1 ലക്ഷമായാലും ഏതെങ്കിലും ബാങ്ക് വഴി മത്സ്യത്തൊഴിലാളി ഡിപ്പാർട്ട്മെൻറ്റ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പണമാണോ അത് ബാങ്കുകൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്പോൺസർ ശുപാർശ അനുസരിച്ച് ബാങ്കാണോ കൊടുക്കുന്നത്? ഇത് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടും ഉണ്ടാവും, ബാങ്കിൻ്റെ തനത് ഫണ്ടും ഉണ്ടാവും. ബാങ്ക് ഈ മേഖലയിലേക്ക് പിന്നോക്ക വികസനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ടുകളും ഇതിലേക്ക് വകയിരുത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. നമ്മളുടെ പ്രോജക്റ്റുകളും നമ്മളുടെ ഇംപ്ലിമെൻറ്റേഷനും കൃത്യമായിട്ട് ബാങ്കിനെ കൂടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതിലൂടെ നമ്മളിത് ലാഭകരമായി മുന്നോട്ട് കൊണ്ട് അതിൻ്റെ സമ്പാദ്യം അത് വരുന്ന അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മളത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ലാഭകരമായി മുന്നോട്ട് പോകുന്ന ഒത്തിരി ഗ്രൂപ്പുകൾ നമുക്ക് ആലപ്പുഴ ജില്ലയിൽ തന്നെയുണ്ട്. ആലപ്പുഴ ജില്ലയുടെ വിവിധ തീരദേശ മേഖലകളിൽ നടത്തുന്ന പല ഗ്രൂപ്പുകളും ടെക്സ്റ്റൈൽ മേഖലയിലുണ്ട്, അച്ചാറുകൾ നടത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഡ്രൈ ഫിഷ് യൂണിറ്റുകളുണ്ട്, പൊടിമില്ലുകളുണ്ട്, ഇങ്ങനെ വിവിധ മേഖലകളിൽ ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. അങ്ങനെ വിവിധ മേഖല കമ്പ്യൂട്ടർ സെൻ്ററുകളുണ്ട്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ പ്രധാനമായും കുടുംബിനികൾ അല്ലെങ്കിൽ വനിതകൾ അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി മത്സ്യ കുടുംബങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനുള്ള പ്രോജക്റ്റുകളാണ് അല്ലേ? തീർച്ചയായും സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ് അവരുടെ പുരോഗതിയായിട്ട് നമ്മൾ ലക്ഷ്യമിടുന്ന ഒരു കൈത്താങ്ങാണ്. ഈ ദേശീയ മത്സ്യത്തൊഴിലാളി ക്ഷേമ പദ്ധതികൾ
അത് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ അത് കേരള സർക്കാരിനും ലഭിക്കുന്നുണ്ടല്ലോ. അതിലേറ്റവും പ്രധാനമായി നമുക്ക് അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് കേരള സംസ്ഥാന സർക്കാർ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്നൊന്ന് വിശദീകരിക്കുക. ഈ പദ്ധതികളിലെല്ലാം തന്നെ നമുക്ക് കേന്ദ്ര സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കേന്ദ്ര സഹായം ലഭിക്കുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഈ പദ്ധതികൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ അത് കൂടുതലായിട്ട് നമുക്കിപ്പോൾ അക്വാകൾച്ചർ മേഖലയിലാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻലാൻഡ് വളരെ അധികം ശക്തമാണ്. കാരണം നമ്മുടെ ജലാശയങ്ങൾ, ഒട്ടനവധി ജലാശയങ്ങൾ നമുക്ക് സ്വന്തമായി കിടക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ അക്വാകൾച്ചർ മേഖലയിൽ വലിയ രൂപത്തിലുള്ള ഉൽപ്പാദനം, കായലോരം നമ്മുടെ കായലോരത്ത് വലിയ രൂപത്തിലുള്ള ഉൽപ്പാദനത്തിനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മളിപ്പോൾ മുന്നോട്ട് പോവുകയാണ്. നമുക്കുള്ള ഇപ്പോൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ ടൺ കണക്കിന് മത്സ്യം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ ആലപ്പുഴ ജില്ലയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അത് അക്വാകൾച്ചർ മേഖലയുടെ ഒരു പുരോഗതിയാണ്. ആ പുരോഗതിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അതിശക്തമായ പിന്തുണ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ആയിട്ടാണോ അതോ ഗ്രാൻഡ് ആയിട്ടാണോ? അത് സബ്സിഡി ആയിട്ട് തന്നെയാണ് പോകുന്നത്. സബ്സിഡി ആണ്. ഇപ്പോൾ ഒരു പ്രോജക്റ്റിൻ്റെ 40% തന്നെ നമ്മൾ സബ്സിഡി എമൗണ്ട് കൊടുക്കുന്നത്. 1 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ അതിൽ 40,000 രൂപ സബ്സിഡി എമൗണ്ട് ആയിട്ട് പോകും. പിന്നെ കടലോര മത്സ്യത്തൊഴിലാളികൾക്ക് അതിൻ്റെ പ്രയോജനം എങ്ങനെയാണ് കിട്ടുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ അക്വാകൾച്ചർ എന്നൊക്കെ പറഞ്ഞാൽ കായലോരവുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പോകുന്നത്. തീർച്ചയായും കടലോര മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മൾ മത്സ്യബന്ധന ഉപകരണങ്ങൾ നൽകുന്നത്. ഇപ്പോൾ പുനർഗേഹം പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മളറിയാലോ, അത് ശരിക്കും പറഞ്ഞാൽ കടൽ തീരദേശ സുരക്ഷയാണ് പുനർഗേഹം പ്രോജക്റ്റിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. കാരണം തീരദേശത്ത് വേലിയേറ്റ തിരയിൽ നിന്നും 50 മീറ്റർ ഉള്ളിൽ താമസിക്കുന്നവർ, ആ 50 മീറ്റർ ഉള്ളിൽ താമസിക്കുന്ന എല്ലാവരെയും കേരള തീരത്തുനിന്ന് മാറ്റി അവർക്ക് സുരക്ഷിതമായ ഭവനം ഒരുക്കുക. സുരക്ഷിതമായ ഭവനം മാത്രമല്ല, ആ സുരക്ഷിതമായ തീരദേശ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയുമായി ബന്ധപ്പെട്ടാണ് അല്ലേ? തീർച്ചയായും തീരദേശ സംരക്ഷണ നിയമവുമായിട്ട് പരിധിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വരുന്നത്. കാരണം ഇവിടെ അത് നമ്മൾ താമസിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറി ലൈനിൽ കൂടിയാണ്. അപ്പോൾ അതും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയാണ് മുൻനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവരെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കുക. ഇപ്പോൾ നമ്മൾക്ക് തന്നെ ഇവിടെ മണ്ണുംപുറം എന്ന് പറയുന്ന പുറക്കാട് പഞ്ചായത്തിലെ തോട്ടപ്പള്ളി മണ്ണുംപുറം, അവിടെ നമുക്ക് വലിയൊരു ഫ്ലാറ്റ് സമുച്ചയം 204 ഫ്ലാറ്റ് ഏകദേശം 96% പണി പൂർത്തിയായിരിക്കുകയാണ്. 20,40,00,000 രൂപ അതിനുവേണ്ടി വകയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പദ്ധതികളെക്കുറിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നതിനാണ് ഫിഷറീസ് ഓഫീസർ ശ്രീ PS സൈറസ് സാർ എത്തിയത്. അദ്ദേഹം അതിലെ കുറേ കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ച് പൂർത്തിയായി എന്ന് കരുതാൻ കഴിയില്ല. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ റേഡിയോ നെയ്തലിൻ്റെ സ്റ്റുഡിയോയിൽ വന്ന് വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ മത്സ്യത്തൊഴിലാളി മേഖലയിലെ നെയ്തലിൻ്റെ ശ്രോതാക്കൾക്ക് കൃത്യമായി മനസ്സിലാക്കാനും അവഗാഹമുണ്ടാക്കാനും ബോധവൽക്കരിക്കാനും ഉള്ള ഈ പരിപാടിയിൽ വന്ന് പങ്കെടുത്തതിന് സൈറസ് സാറിനോട് നന്ദി പറയുന്നു. അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തത് ഈ പദ്ധതിയുടെ കോർഡിനേറ്റർ രാജേന്ദ്രൻ ഗോവിന്ദൻ. നമസ്കാരം.